പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പടമാണ്. 3 മണിക്കൂറാണ് ഈ സിനിമ. നമുക്ക് കണ്ടിരിക്കാം. അല്ല വളരെ മോശം പറയാനുള്ള ഇതൊന്നുള്ള സിനിമയല്ല. സാധാരണ ധനുഷിൻ്റെ പടങ്ങൾ പോലെ അടി ഇടി അങ്ങനത്തെ ഇതൊന്നും അല്ല. നല്ല പെർഫോമൻസ് ഓറിയൻ്റ് ഉള്ളൊരു ഇതാണ്. പെർഫോമൻസാണ് ധനുഷിൽ കാഴ്ചവെച്ചിട്ടുള്ള നല്ലൊരു കോണ്ടൻ്റ് ഉള്ള സിനിമയാണ്. ഇതിൽ പിച്ചക്കാർ അങ്ങനത്തെ ഒരു തീമാണിത്. ഇതുവരെ അങ്ങനത്തെ ഒരു തീമിലൊന്നും ഇതുവരെ സിനിമ വന്നിട്ടില്ല, പ്രത്യേകിച്ച് എസ്പെഷ്യലി ഇൻ സൗത്ത് ഇന്ത്യൻ ഫിലിംസിൽ. അപ്പോൾ അത് വളരെ നല്ല കോണ്ടൻറ്റ് ഉള്ളൊരു ഫിലിമാണ്. നല്ല ക്വാളിറ്റി മേക്കിംഗ് ആണ്. സിനിമാറ്റോഗ്രാഫി സൂപ്പറാണ്. പിന്നെ സൗണ്ട് BGM ഒക്കെ നന്നായിട്ടുണ്ട്. ധനുഷിൻ്റെ അഭിനയം എടുത്ത് പറയേണ്ട ഒരു സംഭവം തന്നെയാണ്. സാധാരണ ധനുഷിൻ്റെ പടങ്ങളിൽ ഡി മസാല അങ്ങനത്തെ ഇതുകളൊക്കെയാണ്. ഇത് ഈ സിനിമയിൽ അങ്ങനത്തെ ഇതുകളൊന്നുമല്ല. നല്ല രീതിയിലുള്ള പെർഫോമൻസാണ് ധനുഷ് ഇതിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. നാഗാർജുനൻ്റെ പുള്ളിയും നല്ല പെർഫോമൻസാണ്. പിന്നെ രശ്മിക മന്ദാനയാണ് നടി. രശ്മിക്കും നല്ലൊരു പെർഫോമൻസ് ഇതിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. പടം നമുക്ക് കണ്ടിരിക്കാം. 3 മണിക്കൂർ നമുക്ക് തിയേറ്ററിൽ കണ്ടിരിക്കാവുന്നൊരു മൂവിയാണ്. വലിയൊരു സംഭവമൊന്നുമല്ല, എന്നാലും അധികം 3 മണിക്കൂർ ചെറിയൊരു ലാഗ് ഫീൽ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല. പടം നമുക്ക് കണ്ടിരിക്കാവുന്ന ഒരു നല്ല രീതിയിലുള്ള സിനിമയാണ്.